റെയിൽവേ സ്റ്റേഷനിൽ ഹൃദയാഘാതം നേരിടുന്നവർക്ക് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കാനുള്ള ജീവൻ രക്ഷാ ഉപകരണം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചു. നമുക്കറിയാം, യാത്രക്കിടയിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പോൾ വളരെ സാധാരണമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടിയാണ് AED എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സാങ്കേതിക വിദ്യ യാത്രക്കാർക്ക് വേണ്ടി പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. ദക്ഷിണ റെയിൽ DRM മനീഷ് തപ്ലിയാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആയിരക്കണക്കിന് യാത്രക്കാരാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലൂടെ ഓരോ ദിവസവും ട്രെയിനുകളിൽ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി എത്തുന്നത്. അപ്പോൾ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് പേർ ഇവിടെ നിന്ന് അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാകേണ്ട സാഹചര്യം, അവരെ ആശുപത്രികളിലേക്ക് മാറ്റേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. വലിയ അടിയന്തര ഘട്ടങ്ങളിൽ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ചികിത്സാ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിന് ഒരു പുതിയ സാങ്കേതിക വിദ്യ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നു മുതൽ നടപ്പാക്കിയിരിക്കുകയാണ്. കുഴഞ്ഞു വീഴുന്ന, അതായത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി കുഴഞ്ഞു വീഴുന്ന രോഗികൾക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പുവെക്കുന്നതിന് വേണ്ടി ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഇവർ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. എന്താണ് ഇതിന്റെ പേര്? ഡിവൈസിന്റെ AED എന്നാണ് ഈ മെഷീന്റെ പേര്. ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേഷൻ, അതാണ് ഫുൾ ഫോം വരുന്നത്. ഇത് ന്യോൺകോഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നോർമലി ഇവിടെ നമ്മൾ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഇപ്പം ഹൃദയാഘാതമോ മറ്റെന്തെങ്കിലും പ്രയാസം വന്നാൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്? അതെ, ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എപ്പോഴും ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു സമയം, ലൈക്ക് ഒരു ആംബുലൻസ് വരാനുള്ള സമയത്ത് പേഷ്യന്റ് വെറുതെ അവിടെ കിടത്താതെ ഒരു CPR-ഉം ഈ AED മെഷീനും കൂടി ഉണ്ടെങ്കിൽ സർവൈവൽ റേറ്റ് ബെറ്റർ ആയിരിക്കും. യെസ്, ഒരുപക്ഷെ ആ ടൈം ആയിരിക്കും ഒരാളുടെ ജീവൻ നിലനിൽക്കണോ വേണ്ടയോ നിർണായകമാണ്. അതെ അതെ അതെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്? യെസ്, ഇത് ആക്ച്വലി സിമ്പിൾ ഡിവൈസ് ആണ്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ആക്ച്വലി ബാക്കി എല്ലാ ഇൻസ്ട്രക്ഷനും ഈ ഒരു ഡിവൈസ് തന്നെ പറയും. ഇതിനകത്തൊരു ഡിസ്പോസിബിൾ പാഡ്സ് ഉണ്ട്. ഇത് നമുക്ക് ഈ അഡൽട്ടിനാണെങ്കിലും ചൈൽഡിനാണെങ്കിലും ഈ സെയിം പാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ 2 മോഡ്സ് ഉണ്ട്, ലൈക്ക് അഡൽട്ട് മോഡും ഉണ്ട്, ചൈൽഡ് മോഡും ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ടിയർ ചെയ്യുക. അത് പേഷ്യന്റെ എപെക്സ് ആൻഡ് സ്റ്റേർണം 2 പൊസിഷനിൽ പേസ്റ്റ് ചെയ്യുക. പിന്നെ അതിന് CPR സ്റ്റാർട്ട് ചെയ്യുക. ഇൻ കേസ് ഷോക്ക് വേണമെങ്കിൽ മെഷീൻ പറയും. ഷോക്ക് അഡ്വൈസ്ഡ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുക. യെസ്, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് AI സാങ്കേതിക വിദ്യയാണ്. എങ്ങനെയാണ് ഇത്? അല്ല, അത് ആക്ച്വലി ഒന്നുമല്ല. നോർമൽ ഒരു ഇതിപ്പോ ഹോസ്പിറ്റലിലെ ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞൊരു മെഷീൻ യൂസ് ചെയ്യുന്നതാണ്. അത് മാനുവലാണ്, ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു കോമൺ മാന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ്. അപ്പൊ ഇത് നിങ്ങൾ കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് ഇവിടെ പ്ലേസ് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ചെലവ് എത്രയാണ്? ഇതിന്റെ എക്സ്പെൻസ്? മെഷീൻ ആക്ച്വലി ഇതൊരു ഡിസ്പോസിബിൾ ആയിട്ടാണ്, അത് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഇൻസ്റ്റലേഷൻ ആണ്. ബാക്കി അപ്പൊ ഇത് മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് വെക്കുന്നുണ്ടോ, അതോ പരീക്ഷണാടിസ്ഥാനത്തിൽ? എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ ഒത്തിരി കൊല്ലത്തും യൂസ് ചെയ്യുന്നുണ്ട്. എയർപോർട്ട് ബസ്സുകളിലൊക്കെ വേറെ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ മോസ്റ്റ്ലി പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇൻസ്റ്റലേഷൻ കൂടി വരുന്നുണ്ട്. AED യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അഡ്രസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ട് ഹൈ റിസൾട്ട് ആയിരിക്കും. അതെ അതെ. പെട്ടെന്ന് പക്ഷെ ഒരു പേഷ്യന്റ് കൊളാപ്സ് ആയി വീണ് കഴിഞ്ഞാൽ എന്താന്നുള്ളത്, അല്ലെങ്കിൽ പേഷ്യന്റ് ഡെത്തായി പോകും. ഈ ഒരു ഡിവൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ഡെത്തായി പോകും. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു വിദഗ്ധരുടെ സാന്നിധ്യം ഉറപ്പാക്കണോ ഇതിനു വേണ്ടി? ഇത് നോർമൽ ലേമാൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. അതുകൊണ്ടാണ് ഒരു ബോധവൽക്കരണം കൊടുക്കണം. അതെ 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 അതെ. ഒരു അവയർനെസ് വരണം, ഒബ്വിയസ്ലി അവയർനെസ് വരണം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ട്രെയിനിങ്ങും എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മേ ബി ഒരു ഇവിടുത്തെ സ്റ്റാഫിനോ അല്ലെങ്കിൽ പോർട്ടേഴ്സിനോ ഒക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി പല രീതിയിലും ഇപ്പോൾ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ആണെങ്കിലും വേറെ പല സെഗ്മെന്റുകളിലൊക്കെ അവർ ഡെവലപ്മെന്റ് തുടങ്ങി. ഒരെണ്ണമാണ് അതെ അതെ. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഭാഗത്ത് മെഡിസർവ് എന്നുള്ള കമ്പനി നമ്മൾ ഡൊനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ AED മെഷീൻ നിക്കോൺകോഡിനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 20 years ആയിട്ടുണ്ട് ഈ ഒരു ബിസിനസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ട്. നമ്മളൊരെണ്ണം നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് എത്തുന്ന യാത്രക്കാർക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസം തരുന്ന ഒരു വാർത്തയാണ് ഇത്. ഈ ഒരു സംരംഭം ഇവിടെ വിജയകരമായാൽ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന ഒരു നീക്കം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, News 18.